Hey, shaka guys, this is zegovlogs. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അപ്പോൾ ഗായ്സ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യൽ ടെക് വീഡിയോസ് ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ടൈറ്റിലും തമ്പനയിലൊക്കെ കണ്ടോക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മിക്കവർക്കും സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ സെയിം റെസിപ്പി ആയിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും പേരിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഈ സംഭവം അറിയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ മിഠായിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറും 2 റെസിപ്പിയാണ് നമുക്ക് ഇതിന് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പിമ്പിരി മിഠായി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സോ ലെറ്റ്സ് ഗോ ഗായ്സ്, ഇറ്റ്സ് zegovlogs. അപ്പോൾ ഗായ്സ് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എനിക്ക് ഇപ്പോൾ ഇതിൻ്റെ റെസിപ്പി എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് എന്ന്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മളാണ് തോന്നുന്നു ഇതിൻ്റെ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കിട്ടിയതിൻ്റെ കാര്യമൊക്കെ നമ്മൾ പതിയെ വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മുടെ ഈ പിമ്പിരി മിഠായി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ശർക്കരയാണ്. ഒരു 8-10 ശർക്കര നമ്മൾ സെറ്റാക്കിയിട്ട് വെക്കുക. അതേപോലെ ഒരു ചെറിയ ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്ത് വെക്കുക. അപ്പോൾ ഗായ്സ് നമ്മൾ ഈ പിമ്പിരി മിഠായി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പേ നമ്മൾ കുറച്ച് സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. അതായത് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഒരു കമ്പിയോ അല്ലെങ്കിൽ ഒരു ആണിയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കെട്ടി വെക്കുക, അല്ലെങ്കിൽ ഡോറിൽ എവിടെയെങ്കിലും അടിച്ചു വെക്കുക. ഒരു ആണി എടുത്തിട്ട് നമ്മൾ ഡോറിൽ എവിടെയെങ്കിലും അടിച്ചു വെക്കുക. ശരിക്കും അതാണ് ചെയ്യേണ്ടത്, നമുക്ക് അതിന് പറ്റിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ കെട്ടി വെച്ചത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചട്ടിയോ അല്ലെങ്കിൽ നല്ല പരന്ന പാത്രമാണ് ശരിക്കും എടുക്കേണ്ടത് നമുക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യം ആലോചിച്ചില്ല, ശരിക്കും പരന്ന പാത്രമാണ് വേണ്ടത്. നമ്മൾ കുറച്ച് കുണ്ടുള്ള പാത്രമാണ് എടുത്തത്, അത് നമ്മുടെ അടുത്ത് പറ്റിയ ഒരു ഫോൾട്ടാണ്. അപ്പോൾ കുറച്ച് പരന്ന പാത്രം എടുത്തിട്ട് നിങ്ങൾ അതിൽ നല്ലപോലെ വെളിച്ചെണ്ണ തേച്ച് വെക്കുക. അതേപോലെ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മുടെ ആ ആണിയോ അല്ലെങ്കിൽ ആ കമ്പിമേൽ നല്ലപോലെ വൃത്തിയാക്കി അവിടെ അതേപോലെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം. ഇതൊക്കെ എന്തിനാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പതിയെ മനസ്സിലാവും. പിന്നെ നമ്മുടെ ഈ പിമ്പിരി മിഠായി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശർക്കരയും അതേപോലെ കുറച്ച് വെള്ളം, ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉരുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ചൊന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കാൻ തുടങ്ങണം. പിന്നെ ഇളക്കൽ നിർത്താനേ പാടില്ല. നമ്മൾ അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കുറയും, നമ്മുടെ മിഠായിയുടെ കണക്ക് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടി പിടിക്കാതെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക. നമ്മുടെ ശർക്കര അവിടെ ഇരുന്നിട്ട് ഉരുകട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ റെസിപ്പി കിട്ടിയതിൻ്റെ കാര്യം പറയാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വല്യമ്മാൻ്റെ അടുത്തു നിന്നാണ്. വല്യമ്മ പണ്ട് ഇത് ഉണ്ടാക്കിയിട്ട് വിറ്റിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വല്യമ്മാൻ്റെ അടുത്തു നിന്നാണ് ഇപ്പോൾ ഇതിൻ്റെ റെസിപ്പി കിട്ടിയിട്ടുള്ളത്. അന്നൊന്നും ഇത് റിവീൽ ചെയ്തിട്ടുണ്ടാകുന്നില്ല. ഇപ്പോഴാണ് ഇതിൻ്റെ റെസിപ്പി നമ്മൾ റിവീൽ ചെയ്യുന്നത്. ഗായ്സ് നമ്മുടെ ശർക്കര നന്നായിട്ട് ഇരുന്നിട്ട് ഉരുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലെവൽ പോരാ, ഒന്നും കൂടി ഉരുകാനുണ്ട്, ഒന്നുകൂടി ടൈറ്റ് ആവാനുണ്ട്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാത്തിരിക്കാം. നമ്മൾ കയ്യിലേറ്റ് ആറ്റുന്ന ടൈമിൽ ഈ ശർക്കര ലായനി മുറിഞ്ഞ് ചാടണം. അതാണ് ഇതിൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ടൈമിൽ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഒരു മിഡിൽ കിട്ടതിൻ്റെ ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഗായ്സ് നമ്മുടെ ഈ കുക്കിങ്ങിൻ്റെ ക്ലിപ്സൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് നെയ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ക്വാളിറ്റി കുറവ് അതിനുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്യലാണ്. അപ്പോൾ ഇപ്രാവശ്യം അതിന് പറ്റിയിട്ടില്ല, കാരണം ഇതിൻ്റെ പിന്നിൽ അത്യാവശ്യം കഷ്ടപ്പാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര ഉരുക്കണതിൽ എന്താണ് കഷ്ടപ്പാടെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ബാക്കിയുള്ള സംഭവം കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് കഷ്ടപ്പാട് കിടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഗായ്സ് നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ കയ്യിലേറ്റൊന്ന് ആറ്റുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശർക്കര ലായനി നന്നായിട്ട് മുറിഞ്ഞ് ചാടുന്നത് നമുക്ക് കാണാം. അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിഠായി ഉണ്ടാക്കുന്നതിൽ കുക്കിങ്ങിൻ്റെ പരിപാടി നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും ടൈം കളയാതെ നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ നേരത്തെ വെളിച്ചെണ്ണ തേച്ച് വെച്ചിട്ടുള്ള ആ ചട്ടിയിലേക്ക് നേരെ കൊണ്ടുപോയിട്ട് ഒഴിക്കുക. ഇത് വെള്ളത്തിലേക്ക് ആവാത്ത തരത്തിൽ നമ്മൾ നേരെ ഈ ശർക്കര ലായനി ആ ചട്ടിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ആ വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള ആ ചട്ടി അത് നന്നായിട്ട് കറക്കി കൊടുക്കുക. നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ നടുവിൽ നല്ല കട്ടിയിൽ നിൽക്കാൻ പാടില്ല. ഒരു അപ്പം ചൂടുന്ന പോലെ തന്നെ നന്നായിട്ട് ചട്ടിയുടെ ചുറ്റുപുറം നമ്മൾ ചുറ്റി കൊടുക്കുക. അതിൽ നമ്മുടെ ഈ ശർക്കര ലായനി ദോശയൊക്കെ എടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ കൈ കൊണ്ട് എടുക്കുക. കൈ കൊണ്ട് എടുക്കുമ്പോൾ ചട്ടി ചൂടുണ്ടാവില്ല, ശർക്കര ലായനി ഒരു ചെറിയ ചൂടുണ്ടാവും. ഇട്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ കമ്പി അല്ലെങ്കിൽ ആ ആണിയുമ്പോൾ കൊണ്ടുപോയിട്ട് നന്നായിട്ട് വലിക്കുക. അത് ഇട്ടിട്ട് നന്നായിട്ട് വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നന്നായിട്ട് വലിക്കുക. അപ്പോൾ ഈ വലിക്കുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ കയ്യുമ്മ പൊള്ളലൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യുമ്മ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളലധികം ഏൽക്കില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പരന്ന പാത്രമാണ് നമ്മൾ എടുക്കേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളൊരു കുണ്ടുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നടുഭാഗം നല്ലപോലെ കട്ടിയായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ നടുവിലുള്ള വെള്ളം നിങ്ങളുടെ കയ്യിലായിട്ട് പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ശർക്കര ഉരുകിയിട്ടുള്ളത് നിങ്ങളുടെ കൈമാവും. അപ്പോൾ അങ്ങനെ പൊള്ളലേൽക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഉണ്ടായത്. നമ്മൾ കുണ്ടുള്ള പാത്രം എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ നടുഭാഗം നന്നായിട്ട് കട്ടിയായില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വെള്ളം നമ്മുടെ കൈമുക്ക് ഒറ്റയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല നേരം വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ഗോൾഡ് കളറാവും.
അപ്പോൾ അങ്ങനെ നല്ലപോലെ വലിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ചെറിയൊരു ചൂടുണ്ടാകും, പിന്നെ വലിയ ചൂട് നമുക്ക് തോന്നില്ല. അപ്പോൾ അങ്ങനെ വലിച്ചിട്ട് ഏറ്റവും അവസാനം നമുക്ക് ഒരു വെള്ള കളറായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് നേരെ അപ്പം തന്നെ പോയിട്ട് വലിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വെള്ള കളറോ അല്ലെങ്കിൽ ഗോൾഡ് കളറോ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ പിമ്പിരി മിഠായി പെർഫെക്റ്റ് ആയിട്ട് ആവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോൾഡ് കളറും മാറിയിട്ട് വെള്ള കളറാവും. അപ്പോഴാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള പിമ്പിരി മിഠായി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് വലിച്ചിട്ട് നമ്മളവിടെ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പിമ്പിരി മിഠായി മേലേക്ക് കയറിപ്പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അങ്ങനെ നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിമ്പിരി മിഠായി, അതായത് നമ്മുടെ ആ വലിച്ചിട്ട് എടുത്തിട്ടുള്ള സംഭവത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ മുറിച്ചെടുക്കുക. നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മൾ പിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും. ഗായ്സ് നമ്മുടെ പിമ്പിരി മിഠായി റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വലിഞ്ഞു പോരും, അങ്ങനത്തെ ഒരു ലെവലാണ് ഉണ്ടാവുക. പിന്നെ അതേപോലെ നമ്മുടെ പിറ്റത്തെ ദിവസത്തേക്ക് നമ്മൾ എടുത്തേക്കുകയാണെങ്കിൽ പുറം ഭാഗം ഒന്ന് കട്ടിയാവും, ഉള്ളിൽ അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു 2-3 ദിവസമൊക്കെ എന്തായാലും നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് വെക്കാൻ കഴിയും. അപ്പോൾ ഗായ്സ് നമ്മുടെ ഈ പിമ്പിരി മിഠായും അതേപോലെ നമ്മുടെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം ഇതൊരു നോസ്റ്റു സംഭവമാണ്. അപ്പോൾ ഗായ്സ് നമ്മുടെ ചാനലിൽ ടെക് ട്രാവൽ വ്ലോഗ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളതൊക്കെ ഒരു പ്ലേലിസ്റ്റായിട്ട് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടൻസൊക്കെ ഇഷ്ടമാവുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്നുള്ളതിലേക്ക് എനേബിൾ ചെയ്തിടുക. സോ അടുത്ത വീഡിയോ കാണുന്നവരെ